ഓക്കെ ഫൈൻ. ജുജുത്സു കൈസൻ സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 10. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ കെഞ്ചാക്കോൻ്റെ പ്ലാന് മെഗുമിയോട് മറ്റേ ആ പുള്ളിക്കാരൻ പറയുന്ന ഒരു നറേഷനിൽ കൂടിയാണ്. അതെ, കെഞ്ചാക്കു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സും മാത്രം കള്ളിങ് ഗെയിംസിൽ അവശേഷിക്കുന്ന ടൈമിൽ ഒരു ബോംബ് അങ്ങോട്ട് ഇടുമെന്ന്. സോ തുടർന്ന് കള്ളിങ് ഗെയിമിൻ്റെ ഫെയ്റ്റും ആ കെഞ്ചാക്കുവിൻ്റെ പ്ലാനിനെ പറ്റിയുള്ള ഒരു നറേഷനിലൂടെയാണ് തുടങ്ങുന്നത്. ഈ കോൺവോ നടക്കുന്നത് നമ്മുടെ മെഗുമിയും അന്ന് കണ്ട ആ റിജി എന്ന് പറയുന്ന പുള്ളിയില്ലേ, പുള്ളിക്കാരനും തമ്മിൽ. സോ അതിൻ്റെ ഇടയ്ക്ക് മെഗുമി ആ പെണ്ണിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നു, ഇവൻ നിന്നെയും കൂടെ ചേർന്ന് കൊന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ എടുക്കുമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, അവൻ എൻ്റെ ശരിക്കുള്ള നൈറ്റ് എന്നെ പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ സെർവ് ചെയ്യുന്നുള്ള കാര്യത്തിലേക്കുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് ഈ കോൺവോയിൽ ഒരു മാനിപ്പുലേഷൻ എന്ന രൂപേണ മെഗുമി പറയുന്നുണ്ട്, ഉടനെ തന്നെ ഒരു ന്യൂ റൂളും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പോയിന്റ്സ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നോളാം. സോ അതിനെ തുടർന്ന് നമ്മുടെ മെഗുമി റേജിയും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് അവിടെ ഒരു കണ്ണ് പോലത്തെ ഒരു സാധനം വന്നു, ഒരു വലിയ പൊട്ടിത്തെറി പോലത്തെ ഒരു സാധനം. അപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്, മിസ്റ്റർ റേജിയുടെ ഒരു സബോർഡിനേറ്റ് ആണ് അവിടെ ഒരു മനഃപൂർവ്വം എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്ത് മെഗുമിനെ ഒന്ന് ഡങ്ക് ചെയ്യിപ്പിക്കാൻ. ആ ഡങ്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മെഗുമി ആ പെണ്ണിനെയും കൂടെ എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മെഗുമി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷനും അവനില്ല. അപ്പോഴേക്ക് ആ പെണ്ണ് പറയുന്നുണ്ട്, എന്നോട് റേജി പറഞ്ഞ പോലെ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറ. ഈ ടൈമിലേക്ക് അവിടെ ഒരു റോബോട്ട് വന്ന്, അതായത് ഗെയിംസിൻ്റെ ഇടയ്ക്ക് വരുന്ന റോബോട്ടില്ലേ, ആ റോബോട്ട് വന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു പുതിയ റൂള് ആഡായിട്ടുണ്ട്. ആ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലേയേഴ്സ് അവർ ഗെയിൻ ചെയ്ത പോയിന്റ്സ് എത്രമാത്രമാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മെഗുമിയും ആ റെജിയുടെ സബോർഡിനേറ്റും തമ്മിലുള്ള കുറച്ച് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് മെഗുമിയും മറ്റേ പുള്ളിയായിട്ട് നല്ല രീതിയിലൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഫൈനൽ ഔട്ട്കമ്മിൽ മെഗുമി അവൻ്റെ വാള് വെച്ചിട്ട് മെഗുമി നടുവേ കീറുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്, പോയിന്റ്സ് ഗെയിൻ ചെയ്യണം, എന്നിരുന്നാലും എൻ്റെ വഴിയുടെ മുമ്പിൽ വരുന്ന എല്ലാം തന്നെ ഞാൻ മാറ്റിയിട്ട് മുമ്പോട്ട് പോയേ മതിയാവൂ എന്നുള്ള ഇന്നർ തോട്ട്സ് മെഗുമിക്ക് വരുന്നു. അപ്പോൾ മെഗുമിയുടെ റോബോട്ട് വന്ന് പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ അവനെ കൊന്നല്ലോ, 5 പോയിന്റ്സ് നിനക്ക് ആഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോഴേക്ക് 2 പേര് കൊടയിൽ ഇങ്ങനെ പറന്നിറങ്ങി താഴോട്ട് വരികയാണ്. മെഗുമിയാണെങ്കിൽ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്. അവൻ തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ ആ എക്സ്പ്ലോഷൻ, ആ പൊട്ടിത്തെറി അതിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഡൊമൈൻ യൂസ് ചെയ്യണോ? പക്ഷേ എൻ്റെ ഡൊമൈൻ ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആണല്ലോ. ഇങ്ങനെയല്ല നമ്മുടെ മെഗുമി മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് നടുക്കുവന്ന ഒരാൾ, അത് ഭയങ്കര ക്ലോസ് ആണെന്ന് പറഞ്ഞ് ചങ്കും പിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അന്താളിച്ച് അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇങ്ങനെ നെഞ്ചും പിരിച്ചെന്ന് പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ 2 പേരും കൂടെ ഒരുത്തനെ അറ്റാക്ക് ചെയ്യുന്നു, അത് ഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നിരുന്നാലും ഞാനതുള്ളപ്പോൾ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞ് കൈയും വീശി ഒന്നാമതെ പുള്ളിയുടെ തലയിൽ നിന്ന് ചോര പൊട്ടിങ്ങനെ ചോര തന്നിരിക്കുക. ഒരു ഓക്വേർഡ് പൊസിഷനിലാണ് പുള്ളി നിൽക്കുന്നത് തന്നെ. തുടർന്ന് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എടാ കുട്ടിച്ചേ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചോളാം, ഞാൻ നിന്നെ ബാക്കപ്പ് ചെയ്യാം. ഐ ആം 35. എനിക്ക് ഒരാളുടെ ഫേസ് നോക്കി അവൻ ബാഡാണോ അല്ലയോ എന്ന് പറയാനൊക്കെ പറ്റും. ഇതേ ടൈമിൽ നമ്മുടെ റെജിയുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള അവനുണ്ടല്ലോ ഹാസൻ നോക്കി. ഇവന്മാർ തമ്മിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊട്ടൻ ഇതെന്നെ കാണിക്കുന്നത്. എന്നിട്ട് റെജി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇവനെ പറ്റി തോന്നേ? ഞാൻ ഇതുവരെ ഇവനെ കണ്ടിട്ടൊന്നുമില്ല. ഹാസൻ നോക്കി അവനോട് ചോദിക്കുന്നുണ്ട്, അതെ, നീ ആരുടെ സൈഡിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്? അപ്പോഴേക്ക് ആ മണ്ടൻ നിന്ന് പറയുക, ഞാൻ ഫണ്ണിയാണോ അല്ലയോ എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചേ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹാസൻ നോക്കി, അല്ല, നീ ഏത് എറയെന്ന് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ ഇൻട്രപ്റ്റ് ചെയ്യുകയാണ്. കയറി എന്നിട്ട് അവൻ തന്നെ പറയുന്നു, എൻ്റെ കോസ്റ്റ്യൂം ഒരു ഹീറോ കോസ്റ്റ്യൂമിനെ ബേസ് ചെയ്തുണ്ടാക്കിയതാണ്. ഇവനെന്തോ ഇപ്പോൾ വലിയ മലമറിക്കും എന്നുള്ള മട്ടിൽ എല്ലാവരും ഇങ്ങനെ നിന്നപ്പം ആശാനാണെങ്കിൽ വമ്പൻ കോമഡിയും പരിപാടിയൊക്കെ. എല്ലാവരും ഒരുമാതിരി ഫ്ലാബർ കാസ്റ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം എന്നിരുന്നാലും ഇവനീ കാണിച്ചൊന്നും മറ്റോമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. നമ്മുടെ കൊമേഡിയൻ നേരെ ആശാൻ, നിന്നെപ്പോലെ ചിരിക്കാത്തവന്മാർക്ക് എൻ്റെ കയ്യിലൊരു വിദ്യയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബോർഡിനേറ്റിനെ ഒരൊറ്റ ചവിട്ട്. അവൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആകട്ടോ. ഇത് റെജി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുമുണ്ട്, ഞാനൊരു ഓൾഡ് സ്കൂൾ കൊമേഡിയനാണ് വിത്ത് എ പ്രോ വയലൻസ്. സോ ഈ ടൈമിൽ നമ്മുടെ മെഗുമി റെജിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ മറ്റവൻ വന്നിട്ട് എന്താണ് നമ്മുടെ പ്ലാൻ ഓഫ് അറ്റാക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നമുക്ക് 2 പേരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് കേസ് ടെക്നിക്ക് പോയി ഉപയോഗിക്കാമെന്ന്. അതേ ടൈമിൽ മെഗുമി നമ്മുടെ കോഗനെ, അതായത് ആ റോബോട്ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീഗുറോമയുടെ നില എന്തായെന്ന്. ആ ടൈമിൽ ഇവർ മനസ്സിലാകുന്നുണ്ട് യൂട്ടഡോറിയാണ്, അതായത് നമ്മുടെ ഇറ്റഡോറിയാണ് റൂളൊക്കെ ആഡ് ചെയ്തതെന്ന്. അപ്പോഴേക്ക് അവൻ തന്നെ അവൻ്റെ മൈൻഡിൽ പറയുന്നു, അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ കോളിന് സമയം തീർന്നു. എന്നിട്ട് റെജിയോട് പറയുന്നുണ്ട്, നീ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിട്ട് പൊയ്ക്കോളാണ്. അപ്പോൾ റെജി ചോദിക്കുന്നുണ്ട്, നീ ആരാടാ ഇത് പറയാൻ?
ഞാൻ നിന്നെ കൂടെ കൊന്നിട്ട് ആ പോയിന്റ്സും കൂടെ എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മെഗൂമി ആണെങ്കിൽ മറ്റേ പുള്ളി ഉണ്ടല്ലോ, ഈ പെട്ടെന്ന് കോമഡിയനെ പോലെ വന്നേ പുള്ളിയെ വിളിച്ചിട്ട് നീ ഇവൻ്റെ സബോർഡിനേറ്റ് കൊല്ലുകയാണെങ്കിൽ അതിനു മുമ്പ് അവൻ്റെ പോയിന്റ്സും കൂടെ നീ എടുത്തോന്നൊന്ന് പറയുകയുണ്ട്. അപ്പോൾ മറ്റവനാണെങ്കിൽ നിൻ്റെ റിക്വസ്റ്റ് ഞാൻ ശരിക്കും ക്ലിയർ ആയിട്ട് കേട്ടു, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കൊമേഡിയൻ പോവുകയാണ്. എന്നിരുന്നാലും നമ്മുടെ കൊമേഡിയന് ഒരു ഫിലോസഫിക്കുണ്ട്. ഞാനൊരു കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ബാക്കിയുള്ളവരുടെ സ്മൈല് അപഹരിക്കുകയല്ല. അപ്പം മെഗൂമി പറയുന്നുണ്ട് നീ എന്ത് വേണേലും ചെയ്തോ, ജയിച്ചാൽ മതി. സോ അവിടെ തുടങ്ങുകയാണ് നമ്മുടെ മെഗൂമിയും ഹാസനും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ റെജിയുടെ സബോർഡിനേറ്റും തമ്മിലുള്ള ഫൈറ്റ്. സോറി, ആ കൊമേഡിയൻ്റെ പേര് പറയാൻ മറന്നുപോയി, താക്കബ. എന്നിരുന്നാലും അവന്മാർ തമ്മിലുള്ളൊരു ഫണ്ണി ഫൈറ്റ് ആയിരുന്നു. നമ്മുടെ നറൂട്ടോയും കക്കാഷിയൊക്കെ ഉള്ള ഫൈറ്റ് ഉണ്ടല്ലോ നറൂട്ടോ സീരീസിൽ, അതുപോലെ ഒരു കുണ്ടിക്കൂത്തുണ്ട് ഇവൻ്റെ അകത്തും. സോ ഇപ്പോൾ ആകട്ടെ നമ്മുടെ മെഗൂമിയും മിസ്റ്റർ റെജിയും തമ്മിൽ നേർക്കുനേർ. അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇവിടുത്തെ പരിപാടിയെല്ലാം മെയിൻലി തീർന്നതാ, എന്നോട് ഞാൻ പറഞ്ഞു വേണേ നീ ഒന്ന് ഇറങ്ങി നിന്നു, ഞാൻ നിന്നെ കൊല്ലാതെ പോവാൻ. സോ ഇവിടെ തുടങ്ങുകയാണ് റെജി വേഴ്സസ് മെഗൂമി ഫുഷിഗുറോ ഫൈറ്റ്. സോ മെഗൂമി തൻ്റെ പരിപാടി തുടങ്ങി, ഓരോ ആനിമൽസിനെയൊക്കെ ക്രീച്ചേഴ്സിനെയൊക്കെ അഴിച്ചുവിടാൻ തുടങ്ങി. അതിൻ്റെ അകത്തൊരു പരുന്തും ഒരു വലിയ ആനയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ട് നമ്മുടെ മെഗൂമിയുടെ ക്രീച്ചേഴ്സും റെജി എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന ചേസിങ് സീൻസും എങ്ങനെയാണ് ആ ഫൈറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് തിരിച്ച് ഫൈറ്റ് ചെയ്യാന്നുള്ള കുറേ സീക്വൻസ് ഒക്കെയാണ് നടക്കുന്നത്. അവൻ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു, കുറേ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഓർഗൻസ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ അവൻ കുറേ റെസിപ്റ്റ് വെച്ചിട്ടുള്ള സാധനങ്ങൾ അങ്ങ് കിടക്കുകയാണ് അവൻ്റെ ഈ കാര്യങ്ങൾ. ആരുടെ? മിസ്റ്റർ റെജി. എന്നിരുന്നാലും മെഗൂമി ഒട്ടും പുറകോട്ട് വിടുന്നില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് റെജി പറയുന്നുണ്ട്, അപ്പം നീ എൻ്റെ ടെക്നിക്ക് ഫിഗർ ഔട്ട് ചെയ്തല്ലേ? അപ്പം മെഗൂമി പറയുന്നുണ്ട്, റെസിപ്റ്റ് വെച്ച് നീ കാണിക്കുന്ന മാനിപ്പുലേഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി, അതങ്ങനെയല്ലെന്നും എനിക്കറിയാം. അപ്പോഴേക്ക് റെജി പറയുന്നത്, ശരിയാ, അത് എക്സ്പ്രസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും കുറച്ചൊക്കെ പാടാം, പക്ഷേ ഇതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റ് ആണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് കോൺട്രാക്ച്വൽ റീക്രിയേഷൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഉപയോഗിച്ച ഇന്നൊരു ഹോട്ടലിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു റെസിപ്റ്റാണ് 3 ദിവസത്തേക്കുള്ളത്, അതിൽ ഇൻക്ലൂഡിങ് ഓയിൽ ട്രീറ്റ്മെൻറ്റ്. സോ ഞാനിപ്പോൾ ഒരു സുഖിച്ചാണ് കഴിയുന്നത്. പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ, മൾട്ടിപ്പിൾ ഷിക്കിഗാമിനെ നീ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നീ ഓൾറെഡി ടയേർഡും എക്സോസ്റ്റഡും, ശരിയല്ലേ? അപ്പോൾ മെഗൂമി മൈൻഡിൽ പറയുന്നുണ്ട്, ശരിയാ, ഞാൻ മൾട്ടിപ്പിൾ ഡൊമൈൻസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തു ഷിക്കിഗാമിനെ വെച്ച്. എക്സ്പെഷ്യലി ആ എലിഫൻറ്റ് അത് ഒറ്റയ്ക്ക് യൂസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് മിക്സ് ആയിട്ട് ചെയ്തു. തുടർന്ന് റെജി തന്നെ തുടരുകയാണ്, എനിക്കറിയാം നിനക്ക് കൂടിപ്പോയാൽ ആ പട്ടീനെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, അല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൈനൽ ഫൈറ്റിൽ നമുക്ക് രണ്ടുപേർക്കും വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ എനിക്ക് ഉറപ്പുള്ളത് നിനക്കൊരിക്കലും എന്നെ കൊല്ലാനുള്ള ശക്തി ഇപ്പം നിലവിൽ ഇല്ല എന്നാണ്. മെഗൂമി പറയുന്നുണ്ട്, നീ പറഞ്ഞ ശരിയാ, അതുകൊണ്ട് ഞാൻ ഓടാൻ പോവുകയാണ്. മെഗൂമി ഉടനെ അവൻ്റെ ക്രീച്ചറിനെ വിളിച്ചിട്ട് അവനെ പറത്തിക്കൊണ്ടങ്ങ് പോകുന്നുണ്ട്. ഉടനെ നമ്മുടെ റെജി ആവട്ടെ 2 ഡ്രോൺ അതിൻ്റെ പുറകെ വിട്ടിട്ട് ഒരു സ്കൂട്ടർ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറയുകയാണ്, പെട്ടെന്നൊന്നും നീ അങ്ങനെ പോയില്ല. എന്നിട്ട് നമ്മുടെ റെജി ഒരു ജിംനേഷ്യത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം നീ ഇവിടെയാണോ വന്ന് ഒളിച്ചിരിക്കുന്നത്? എനിക്ക് നിന്നെ ലിറ്ററലി സ്മോക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിന് നടുക്ക് മെഗൂമി നിൽക്കുന്നുണ്ട്. മെഗൂമി മൈൻഡിൽ ഭാഗ്യം, ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മൈൻഡിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് റെജി തൻ്റെ പുറകെ വന്നിട്ട്, എന്താടാ ചെറുക്കാ നീ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ? ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് മെഗൂമി, നീയല്ലേ സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? അങ്ങനെ പറയുന്ന ടൈമിൽ ആ ബാസ്കറ്റ് ബോൾ കോർട്ട് ഇടിച്ചു പൊട്ടിച്ചുകൊണ്ട് 2 ട്രക്ക് അങ്ങ് മെഗൂമിയുടെ നേരെ വരികയാണ്. അതിനെ തുടർന്ന് റെജിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ അറ്റാക്ക് മെഗൂമിയുടെ നേരെ അഴിച്ചുവിടുന്നു. അറിയാലോ, ഇവൻ്റെ ദേഹത്താണ് ഫുള്ള് റെസിപ്റ്റ് ഇങ്ങനെ ചൂടിക്കിടക്കുകയാണ് ഈ റെജിയുടെ ദേഹത്ത്. ആ മേടിക്കാത്ത സാധനങ്ങളുടെ എല്ലാം അതെല്ലാം അഴിച്ചു വിടുന്നുണ്ട് മെഗൂമിക്ക് നേരെ. ഫൈറ്റ് കാണുമ്പോൾ തന്നെ അറിയാം മെഗൂമി ടോട്ടലി ടയേർഡായി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മെഗൂമി ടയേർഡായെന്ന് അറിഞ്ഞിട്ട് റെജി ചോദിക്കുന്നുണ്ട്, നിനക്കറിയാലോ എനിക്ക് ഈ സാധനങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും, സോ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, നിൻ്റെ പോയിന്റ്സ് എനിക്ക് തന്നേക്കാം ഞാൻ അതിനെ കൊല്ലുന്നതിന് മുമ്പ്. എന്നിട്ട് മെഗൂമി സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ബാരിയർ ടെക്നിക്സ് ഒക്കെ കുറച്ച് ടഫാണ്, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, റിയൽ സ്പേസിനെ അത് ഓവർഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. എന്നിട്ട് മെഗൂമി ഒരു കാര്യം പറയുന്നുണ്ട്, ഐ എം ഗോയിങ് ടു റീപർപ്പസ് ദിസ് ജിം. എന്തായിട്ട്? അവൻ്റെ ഡൊമെയിനായിട്ട്. അപ്പോഴേക്ക് റെജിയുടെ മുഖത്തും കണ്ണുകളിലും ഭയം, ശരിക്കും ഇവനിത് ചെയ്യാൻ പറ്റുമോ? ഇതിനെ തുടർന്ന് എൻ്റെ മോനെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഹീ ഈസ് ക്രിയേറ്റിംഗ് ഇറ്റ്. അവൻ്റെ ഡൊമൈൻ അവൻ അങ്ങ് ഓപ്പൺ ആക്കുകയാണ്. ആരും മെഗൂമി ഫുഷിഗുറോ. ഡൊമൈൻ എക്സ്പാൻഷൻ ഖൈമെറ ഷാഡോ ഗാർഡൻ, അങ്ങനെയാണ് അതിൻ്റെ പേര്. റെജിക്ക് കണ്ണി കാണുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ മൈൻഡിൽ. അപ്പം
അപ്പം നീ ശരിക്കും അഡ്വാൻസ്ഡ് സോൾസർ തന്നെയല്ലേ? ഞാൻ വിചാരിച്ച പോലെ ഒരു ബ്രാറ്റ് അല്ലല്ലേ നീ? അപ്പോഴേക്ക് മെഗുമി പറയുന്നുണ്ട്, ഞാനൊരിക്കലും പറഞ്ഞില്ലായിരുന്നല്ലോ എൻ്റെ കയ്യിൽ ഇതിലും വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്ന്. ഇവിടെ വെച്ചാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇനി ഇതിൻ്റെ ഡൊമൈൻ എക്സ്പാൻഷനിൽ കിടക്കുന്ന കളികളായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എപ്പിസോഡ് 10 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയലോഗ് കുറച്ച് മാത്രം, ഏറ്റവും കൂടുതൽ ആക്ഷൻ സീക്വൻസുകളായിരുന്നു. പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൊമേഡിയൻ. എന്നിരുന്നാലും ഇതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു JJK വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.